പ്രിയ സുഹൃത്തുക്കളെ, ഛത്തീസ്ഗഡിലെ ഇൻസിഡൻറ്റിന് ശേഷം രാജസ്ഥാനിൽ ഇതുപോലൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സാണെങ്കിൽ രാജസ്ഥാനിൽ ഇടുക്കി കട്ടപ്പനക്കാരൻ ജോർജ് തോമസിനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരിവർത്തനം നടത്തിയെന്നുള്ള. ഇയാൾ 38 കൊല്ലമായിട്ട് പാസ്റ്ററായിട്ടോ മറ്റോ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ പാസ്റ്റർമാരോടും ഇതിനകത്തുള്ള ഇതര ക്രൈസ്തവ സഭകളോടൊക്കെ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട, ഇപ്പം സിസ്റ്റേഴ്സിൻ്റെ അടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന് എതിരെ ഒക്കെ ആണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ മേളിൽ കൈവെക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും ഒരു ഹിഡൻ അജണ്ടയാണ്. പിന്നെ മതപരിവർത്തനം നടത്താനല്ല നിങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ വിട്ടേക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യും. അതുകൊണ്ട് ആരെയും നിങ്ങൾ മാമോദിസകളുള്ളവരുടെ തലയിൽ ഒഴിക്കാൻ പോകണ്ട, അത് ചെയ്യണ്ട. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ്. പക്ഷേ നിങ്ങളോട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി വരികയോ അല്ലെങ്കിൽ ഒരു വ്യക്തി വരികയോ ചെയ്താൽ അത് തെറ്റില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഹിന്ദുവാണ്, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഞാനതിനെ മാമോദിസം വെക്കാൻ പരിശ്രമിക്കുന്നില്ല. പക്ഷേ ആ കുട്ടി എൻ്റെ അടുക്ക പറയാണ് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തടയാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വകുപ്പില്ല. ഇപ്പം എന്തായാലും ഇടുക്കിക്കാരൻ ജോർജ് കുട്ടിക്ക്, കട്ടപ്പന ഇടുക്കി ജോർജ് കുട്ടിക്ക് മലമേടുകളിൽ അവരുടെയൊക്കെ താമസം ആലോചിച്ചോണം. ജോർജ് കുട്ടിയെ രാജസ്ഥാനിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോൺസൺ കരൂർ.